നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ട്രാൻസ്ഫർ ബോംബെൽ അങ്ങനെ തന്നെ പറയണം. ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്ത കാര്യം, അതിൽ ഹാർദിക് പാണ്ഡ്യയെ CSKക്ക് താല്പര്യമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കേൾക്കുന്നതാണ്. അവരതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ തിരികെ മുംബൈ ഇന്ത്യൻസ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. തരുമോ ഞങ്ങൾക്ക് ശിവൻ ദ്യൂബയെ? ദ്യൂബ മാത്രം പോരാ, ഒപ്പം ആയുഷ് മേത്രയും വേണം. ടാലൻറ്റഡ് ആയുഷ് മേത്ര CSK കൊടുക്കുമോ? CSK അത് റെഫ്യൂസ് ചെയ്തു ടു ഗിവ് എവേ മാത്രേ. ആയുഷ് മാത്രേ കൊടുക്കുന്ന കാര്യം അവർ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പകരം ഒരു കൗണ്ടർ ഓഫർ അങ്ങ് വെച്ചു. അതായത് ശിവൻ ദ്യൂബയെ തരാം, ദേവൽഡ് ബ്രവിസിനെയും തരാം, പ്ലസ് 10 കോടി ക്യാഷും തരാം ഇൻസ്റ്റഡ്. അപ്പം ടോട്ടലിങ് ഒരു ഹ്യൂജ് 20 crore പാക്കേജാണ് അവർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടി അങ്ങോട്ടേക്ക് തിരികെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും രണ്ട് ടീമും ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഡെഡ് ലോക്കിൽ സ്റ്റക്കായി നിൽക്കുകയാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. CSKക്ക് തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യയിൽ താല്പര്യമുണ്ട്. അവർക്ക് മികച്ചൊരു ഓൾറൗണ്ടറെ മധ്യനിരയിൽ ലഭിക്കുകയാണെങ്കിൽ ടീമിനത് കൂടുതൽ ശക്തി നൽകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. അതേസമയം മറുഭാഗത്ത് ഈ ഹാർദിക് പാണ്ഡ്യയെ പല ടീമുകൾക്കും താല്പര്യമുണ്ട്, KKRനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് കൃത്യമായിട്ട് തങ്ങളുടെ കാർഡ് എടുത്ത് വീശുകയാണ്. MIൽ ഇനിയിപ്പോൾ ഹാർദിക് പാണ്ഡ്യ തുടരാനുള്ള സാധ്യതയില്ലെന്നുള്ള എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഹാർദിക് പാണ്ഡ്യ പോകുമ്പോൾ പകരം ശിവൻ ദ്യൂബെ പ്ലസ് ആയുഷ് മാത്രയൊക്കെ ഒരിക്കലും കൂട്ടിക്കാനുള്ള സാധ്യത ഇപ്പോൾ CSKക്ക് ഇല്ല. പക്ഷേ മുംബൈ അതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ മാത്രമല്ല, പകരം ബ്രവിസിനെ തരാം. ബ്രവിസ് ഇപ്പോൾ പോയ സീസണിൽ അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടില്ല. ബ്രവിസിനെ തരാം, പ്ലസ് 10 കോടിയുടെ ക്യാഷും നൽകാം എന്നാണ് ഇപ്പോൾ CSK തിരികെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. ഏതായാലും ഇതിലിനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ പ്രതീക്ഷിക്കണം. ഒരു ഹ്യൂജ് IPL ട്രാൻസ്ഫർ ബോംബെൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.